ഗുഡ് മോർണിംഗ് സർ. Yeah. എൻ്റെ പേര് സാൻഡ്ര അജിത്ത്. ഞാൻ സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണല്ലോ നമ്മുടെ ഭരണഘടനയിലെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് സാറിന് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്താണെന്നറിയോ? തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അപരാധികളൊക്കെ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്. കോടതി വരുന്ന തെളിവ്, എൻ്റെ മുമ്പിൽ വരുന്ന തെളിവിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല. മൈ ഹാൻഡ്സ് ആർ ഫിറ്റഡ്. എൻ്റെ കൈക്ക് വിലങ്ങാണ്. കാരണം എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന തെളിവുകളുണ്ടല്ലോ, വിശ്വസനീയമായ തെളിവ്. അത് അവിശ്വസനീയമായ തെളിവാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് പറയാം. പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്ന തെളിവോടുകൂടിയാണെന്നുണ്ടെങ്കിൽ അത് വിശ്വസിച്ചേ പറ്റുമോ? നമുക്ക് വേറെ മാർഗ്ഗമില്ല, ശിക്ഷിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ ഈ തത്വം ഉണ്ടായത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ഒരുപാട് പോകും. ഹോഫ്മാൻസ് കേസ് എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിലൊരു കേസ് ഉണ്ടായിട്ടുണ്ട് പണ്ട്, അതായത് 17-ാം നൂറ്റാണ്ടിലാണ്, 17th സെഞ്ച്വറിയിൽ. ഹോഫ്മാൻസ് കേസ്. ഹോഫ്മാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പെൺകുട്ടിയുടെ രണ്ടാനച്ഛനാണ്. അയാൾ ഈ അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ മരിച്ചുപോയി. ഇയാൾക്കുണ്ടായ മകളല്ല, ഇയാൾക്കും ഭാര്യയില്ല. അയാളും ഈ മകളും കൂടി, ഈ സ്റ്റെപ്പ് ഡോട്ടറും കൂടി വലിയൊരു പുരയിടമാണ് വരുന്നത്. 4 ഏക്കറോളം വലിപ്പം വരുന്ന ഒരു പുരയിടത്തിൽ ഒരു വീട്ടിലാണ് താമസം. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഈ പെൺകുട്ടിനെ എന്നും എടുത്തിട്ട് അടിക്കും. ഫാദർ ഡോൺ കിൽ മീ എന്നും പറഞ്ഞത് കരയുന്നത് ആളുകൾ കേട്ടിട്ടുണ്ട്, അയൽവാസികൾ. ഒരു ദിവസം പിറ്റേന്ന് മുതൽ എന്നെ കാണാനില്ല. അന്ന് ആ കുട്ടിക്ക് ഏതാണ്ട് 14 വയസ്സോ അങ്ങാണ്ടേ പ്രായമുള്ളൂ, കാണാനില്ല. പിറ്റേന്ന് മുതൽ ഇയാളും അന്വേഷിച്ചൊക്കെ നടക്കുകയാണ് നാട്ടുകാരോടൊപ്പം. അപ്പോൾ ഇയാൾ ഇതിനെ തല്ലിക്കൊന്നതാണെന്നും പറഞ്ഞ് ഇയാളെ ഇങ്ങനെ ഫാദർ ഡോൺ കിൽ മീ എന്ന് പറയുന്നത് കേട്ട ആളുകളുണ്ട്, കരയുന്നത്. ഇതാണ് എവിഡൻസ് ഉള്ളത്. ഈ കുട്ടിയെ കാണാനില്ല, ഇയാളെ കൂടാണ് ലാസ്റ്റ് റിസൈഡഡ് ടുഗദർ വിത്ത് ഹിം. അതാണ് എവിഡൻസ്. പിന്നെ ഇങ്ങനെ കരച്ചിൽ കേട്ടു, ഈ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വോയിസ്, അതൊക്കെ ഇയാളുടെ ശബ്ദം തന്നെയാണ്. അങ്ങനെ ഇയാൾ അതിനെ ഉപദ്രവിച്ചെന്നും ഇയാൾ അടിച്ചെന്നും അത് കരഞ്ഞെന്നും ഇയാൾ പറഞ്ഞു. രാവിലെ എഴുന്നേറ്റപ്പോൾ കാണാനില്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. അങ്ങനെ അന്വേഷണം നടത്തി അവസാനം ഈ പുരയിടം മുഴുവനുണ്ടല്ലോ അന്ന് ഉഴുത് മറിച്ചു ഇതിൻ്റെ ഡെഡ് ബോഡി കണ്ടെടുക്കാൻ, ഈ 4 ഏക്കർ വസ്തുവും. പക്ഷേ ഒന്നും കിട്ടിയില്ല. അൾട്ടിമേറ്റ്ലി ഇയാൾ പറയുന്നത് വിശ്വസിക്കാതെ സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചുകൊണ്ട് കോടതി ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇയാളെ അന്ന് തൂക്കിക്കൊന്നു. ഇത് കഴിഞ്ഞ് ഇയാളെ തൂക്കിക്കൊന്നു കഴിഞ്ഞ് ഏതാണ്ട് ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി 2 കുട്ടികളും അതിൻ്റെ ഭർത്താവുമായിട്ട് അവിടെ തിരിച്ചു വരുന്നു. അപ്പോഴേ ലോകം ചിന്തിക്കാൻ തുടങ്ങി കേട്ടോ, നീതി ന്യായ വ്യവസ്ഥ ചിന്തിക്കാൻ തുടങ്ങി. ഈ എടുത്തുപോയ ജീവൻ തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗ്ഗമില്ല. അയാൾ ജയിലിൽ കിടക്കുകയായിരുന്നെങ്കിൽ അയാളെ പുറത്തു വിടാമായിരുന്നു. ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഇത് റിപ്പയർ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുത്തപ്പോഴാണ് ഈ പ്രിൻസിപ്പിൾ വന്ന 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള പ്രിൻസിപ്പിൾ ഉണ്ടായത്. പക്ഷേ അത് നമ്മുടെ സുപ്രീം കോടതി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, അതായത് ഈ അടുത്ത കാലം എന്ന് പറയുന്നത് ഒരു 10-20 വർഷം മുമ്പ്, അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ ആ പ്രിൻസിപ്പിളൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു നിരപരാധി, ഒരു 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും എന്ന് പറയുന്നതിന് പകരം ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതുപോലെ പ്രധാനപ്പെട്ടതാണ് ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുത് എന്നുള്ളതും കൂടെ. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ വന്നിട്ടുണ്ട്.